ഹായ്. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ലില്ലിയുടെ കാര്യം കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലില്ലി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി. അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡെലിവറി മിക്കവാറും ഈ മാസം തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം. പിന്നെ മെയിൻ പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷിക്സു, മറ്റുള്ള ഡോഗ് എനിക്ക് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഇതിനെക്കുറിച്ചാണ് കൂടുതലും പറയണത്. ഷിക്സുവിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബോധമില്ലാത്ത കുഞ്ഞുങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് എടുത്തുചാട്ടം, പിന്നെ നമ്മളോട് കാണിക്കുന്ന സ്നേഹം എല്ലാം ഭയങ്കര ഓവറായിക്കുള്ളൂ. ഇപ്പോൾ വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിലും ഇനിയിപ്പോൾ വയ്യാതെ ആണെങ്കിലും അവർ സ്വമേധ എല്ലാം മറന്ന് അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓടും ചാടും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ കരുതും വയറ്റിൽ കുഞ്ഞുള്ളതുകൊണ്ട് അതിന് ഒരു കെയറിങ് നോർമലി ഇപ്പോൾ ഒരു കുഞ്ഞ് വയറ്റിലുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മമാരാണെങ്കിൽ ശ്രദ്ധിക്കും. ആ പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇവരുടെ ഇതിൽ അവർ ഓടുന്ന കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് അറിയാലോ കാര്യങ്ങൾ. പക്ഷെ അവർക്ക് ചിന്തയില്ല. കുഞ്ഞുണ്ടെന്നോ പ്രസവിക്കാറായതൊന്നും ചിന്തയൊന്നുമില്ല, അവരിങ്ങനെ ചാടിയാണ്. അപ്പോൾ ഈ പ്രസവിക്കുന്ന ടൈമിൽ ഒരുപാട് ഓട്ടവും ചാട്ടവും ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ബാധിക്കും. അതുപോലെ തന്നെ മെയിൻ പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഈ ഒരു പ്രഗ്നൻസി സമയം ഇപ്പോൾ 63 അല്ലെങ്കിൽ 58 ഇവർ പ്രസവിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ 56 ദിവസം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു 31 അല്ലെങ്കിൽ ജാനുവരി 1 എന്തായാലും പ്രസവിക്കും. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ തൊട്ട്, അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, പിന്നെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഇത് മേറ്റ് പ്രശ്നമില്ല. പിന്നെ ഒരു 1 മന്ത് 2 മന്ത് 2 മന്തിലേക്ക് കടക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് സ്കള് കാര്യങ്ങളൊക്കെ എല്ലാം പയ്യെ വളർന്നു വരുള്ളൂ. അപ്പോൾ 4 കുഞ്ഞുങ്ങളാണെങ്കിലും ആദ്യം ഒരു കുഞ്ഞിൻ്റെ തലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം ഉറച്ചു വരുള്ളൂ. അതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 ഇടത്തിൽ ചെയ്യണം. ഒന്ന് സ്കാനിങ് ചെയ്യണം, എക്സ്റേയും ചെയ്യണം. എക്സ്റേ ചെയ്യേണ്ടത് ഒരു 56-57 ദിവസം എക്സ്റേ ചെയ്താൽ മതി. 50-52 ദിവസം ആകുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഹെൽത്ത് കാര്യങ്ങൾ നോക്കണം. ഷിക്സുവിൻ്റെ ഹെൽത്ത് പക്കയാണെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട. ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഹെൽത്ത് റെഡി ആവണ വരെയും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു വരെ മരണപ്പെടാൻ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. കാരണം ഇവർക്ക് മറ്റുള്ളവരെ പോലെ പുഷ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഡെലിവറി എടുത്ത സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഫസ്റ്റ് സെക്കൻഡ് എനിക്ക് കുഴപ്പമില്ല. അതായത് 4 കുഞ്ഞുങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വന്നു. പക്ഷെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ ഇവർ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നത്, അതായത് മുക്കുന്നത് ഇത്തിരി സ്ലോ ആണ്. ഇവർക്ക് മറ്റുള്ള ഡോഗിനെ പോലെ വലിയൊരു ബലം ഇവർക്കില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ പുഷ് ചെയ്ത് ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് മാക്സിമം, കാരണം വെച്ചാൽ ഒരുപാട് ചെയ്തും അവർ സ്ട്രെയിൻ ആവും. അപ്പം നമ്മളും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവരുടെ ആ വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് പുഷ് ചെയ്ത്, ഒന്നെങ്കിൽ ഗ്ലൗസ് കൊണ്ട് ചെയ്യാം, പക്ഷേ ആ ഗ്ലൗസ് കൊണ്ട് ആയാലും കുറേ തെന്നിപ്പോവും. മാക്സിമം ഇതാക്കിയിട്ട് വലിച്ചെടുക്കാൻ നോക്കുക. പിന്നെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഒരു പച്ച മാംസം പോലത്തെ സംഭവമാണ്. നെക്കിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പോവും, പ്ലിങ്ങായി പോവും. അപ്പം അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. തീരെ പറ്റാത്തവരാണെങ്കിൽ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അറിയുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തല വന്നതിന് ശേഷം ഉടൽ വന്നുകൊണ്ടിരിക്കും. ചില സാഹചര്യങ്ങളിൽ കാലും ഇതായിരിക്കും വരുന്നത്, അതിനുശേഷം തല വരുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ ഇതിൽ എനിക്ക് പെണ്ണായിരുന്നു. അപ്പോൾ ആ പെണ്ണിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല, കാരണം സ്റ്റക്കായി പോയി. അപ്പോൾ അവൾക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ അതിനെ തലോടി അവസാനം പറഞ്ഞില്ല ഒന്ന് പുഷ് എന്ന് പറഞ്ഞപ്പോൾ മാക്സിമം പറ്റുന്ന പോലെ പറ്റും. പക്ഷെ ആൾക്ക് വയ്യാതായിരുന്നു. എന്നിട്ട് അവസാനം ഞാൻ നൈസായിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക പൊക്കിയെടുത്തിട്ട് വലിച്ചെടുത്ത്. പക്ഷെ അത് ഇത്തിരി ടൈം എടുത്ത്. പിന്നെ ചില ഷിക്സുകൾ സാധാരണ ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ ഇവരെല്ലാം പ്രസവിച്ച് കഴിയും. ചില ആൾക്കാർ പറയാറുണ്ട് 1 മണി 2 മണി 5 മണിക്കൂർ 6 മണിക്കൂർ. അങ്ങനെയല്ല. ഈ ലേറ്റ് ആകുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കണം. കാരണം ഈ പ്രസവം എന്ന് പറയുന്നത് ചിലപ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം ഒരു 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. എക്സ്റേ എടുക്കുകയാണെങ്കിൽ എത്ര കുഞ്ഞിനെ അറിയാൻ പറ്റും. സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ഹൃദയമെടുപ്പും അവരുടെ സ്കള് കാര്യങ്ങളൊക്കെ വരുത്തുന്ന അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എണ്ണ അറിയാൻ പറ്റില്ല, ഏകദേശം അവരുടെ ആ ഒരു സംഭവം കറക്റ്റ് അറിയാൻ പറ്റും. പക്ഷെ കുഞ്ഞുങ്ങളുടെ എണ്ണം നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന 4 ചിലപ്പോൾ 4 3 അപ്പോൾ മെയിൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വൈകിയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. അല്ലെങ്കിൽ സാധാരണ നോർമലാണ്. നോർമൽ ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ ഇവർ
പ്രസവിച്ചിരിക്കും എല്ലാ കുഞ്ഞുങ്ങളെയും. ചിലപ്പോൾ 2 മണിക്കൂർ പ്രസവിക്കും, ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ടപ്പട്ടപ്പെന്ന് ഓരോന്നുകൊണ്ടിരിക്കും. അത് ഓരോന്നനുസരിച്ചിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് സഹായിക്കണം. പിന്നെ മെയിൻ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഗർഭിണിയായി പ്രഗ്നൻ്റ് ആവാനായിട്ട് ഇനി ഒരു 10-15 ദിവസമാണെങ്കിലും ചാട്ടം, ഓട്ടം, നടത്തിക്കൽ എല്ലാം കുറയ്ക്കണം. മാക്സിമം അവർക്കൊരു അറ്റൻഷൻ വരുന്ന രീതിയിൽ കൊടുക്കണം. കാരണം ഇപ്പോൾ വീട്ടിൽ 2-3 ഡോഗുള്ള വ്യക്തികളാവാം, ചിലപ്പോൾ 2 ഡോഗ്സുള്ള വ്യക്തികളാവാം. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുമ്പോൾ ഇവർക്ക് ഫുഡും കാര്യങ്ങളും ഭയങ്കര ആക്രാന്തവും അട്രാക്ഷനും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി അയ്യോ അവർക്ക് കൂടുതൽ കൊടുക്കൂ, എനിക്ക് കുറച്ച് തരണം ഒന്ന് ചിന്ത ഭയങ്കരമായിട്ട് ഉണ്ട് അവർക്ക്. അപ്പോൾ ഒരു ബോധം ഉണ്ടാവില്ല. വരുന്ന ഓട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വല്ല ബക്കറ്റ് ഇരിപ്പുണ്ടാവും, ബക്കറ്റൊക്കെ തട്ടി മറിച്ചിട്ടായിരിക്കും ഓടുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് അവർക്ക് ഫുഡ് കൊടുത്ത് സമാധാനിപ്പിച്ചിട്ട് വേണം മറ്റുള്ള കൊടുക്കാനായിട്ട്. പക്ഷെ എന്നാൽ ചിന്തിക്കും, ഓ ഇനി എന്നെക്കാളും കൂടുതൽ കൊടുക്കുന്നത് ചിന്തയുണ്ടാകും. കാരണം അത്ര മാത്രമേ ഉള്ളൂ. അവർക്ക് ശരിക്കും ബുദ്ധിയില്ല. ഒരു വയസ്സായ കുഞ്ഞിൻ്റെ എങ്ങനെയാണോ ആ ഒരു ഇതുള്ളൂ ഇവർക്ക് ശരിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മളാണ് ഈ ഗർഭകാലത്ത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ ഏറ്റവും പറയാച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ആണും പെണ്ണും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ജനറേഷൻ വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ ആഗ്രഹമുണ്ട്, അവരുടെ തന്നെ ജീനിപ്പെട്ടത്. ഇനി അല്ല നിങ്ങൾക്ക് ഒരാളെ മതിയെങ്കിൽ മാക്സിമം ആൺഡോഗിനെ വാങ്ങിച്ചാൽ മതി. പിന്നെ മെയ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കണം. കാരണം 5 വർഷം ആയൊരു ഡോഗ് മെയ്റ്റ് ചെയ്തില്ലെങ്കിൽ ശാരീരികമായിട്ട് അവർക്ക് അസുഖം വരും. കാരണം മെയ്റ്റ് ചെയ്ത സ്പേം പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒന്നും കൂടി ഇതാവുള്ളൂ. അപ്പം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മെയ്റ്റ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അവർക്കും ആരോഗ്യപരമായിട്ട് കാര്യം വരും. ഇനി പെൺഡോഗാണെങ്കിൽ ഈ സെയിം തന്നെ, അവർ മെയ്റ്റ് ചെയ്യാൻ വേണ്ടി ടെൻഡൻസി കാണിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റത്തെ ചെയ്യിപ്പിക്കില്ല, സെക്കൻഡും ചെയ്യിപ്പിക്കില്ല, തേർഡെങ്കിലും നിങ്ങൾ ചെയ്യണം. കാരണം വെച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ അവർക്കും ആരോഗ്യ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സംഭവം ഇപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പീരിയഡ്സ് വന്നില്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്കും ആ സെയിം തന്നെയുണ്ട്. അപ്പോൾ ഒരു 1-2 പ്രാവശ്യമെങ്കിലും മെയ്റ്റ് ചെയ്യിപ്പിക്കണം, അതാണായാലും പെണ്ണായാലും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മെയ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അഗ്രസീവ് ആയിക്കോളും. അപ്പം നമ്മൾ തല്ലാൻ നിൽക്കരുത്, എടുത്ത് പറയാം ഞാൻ. കാരണം നമ്മൾ കാണുന്ന മറ്റുള്ള ഡോഗിനെ പോലെ ആയിരിക്കില്ല. മെയ്റ്റ് ചെയ്യണ ആ ഒരു ടൈമിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ വരുമ്പോഴോ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവർക്ക് അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ ആ അഗ്രസീവ് കുറയ്ക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ നടത്തിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് തലോടുക, അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ഒന്ന് ലാളിപ്പിക്കുക. എന്നാലാണ് അത് ശരിയാവുക. അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ അവർ നമ്മുടെ കടിക്കാനായിട്ട് നോക്കും കേട്ടോ. അതാണ് മെയിൻ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക, ഗർഭിണി ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ബോധമില്ല, ഭയങ്കര അത് ബോധമില്ലാത്തല്ല ഇവർ ആ ഒരു നമ്മളോടും അല്ലെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു അട്രാക്റ്റീവാണ്. അതാണ് സംഭവം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ബോധമില്ലെന്ന് തോന്നിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം മെയിനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ, അതിനനുസരിച്ച് ബാക്കി പറഞ്ഞുതരാം കേട്ടോ.